ഹലോ, നമസ്കാരമുണ്ട്. നമ്മുടെ നാട്ടിലെ PWD റെസ്റ്റ് ഹൗസുകളെ കുറിച്ചിട്ടാണ്. ഇങ്ങനൊരു സംവിധാനം ഉണ്ട് എന്നും ഇത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ മാറ്റിയെടുക്കാമെന്നും നമ്മൾ മനസ്സിലാക്കിയത് PM മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായതിനു ശേഷമാണ്. അതിനു മുമ്പ് ഈ സംവിധാനങ്ങളെല്ലാം, ഇത്തരത്തിലുള്ള PWD സർക്കാർ കെട്ടിടങ്ങളെല്ലാം മര്യാദയ്ക്ക് മെയിൻ്റനൻസ് ചെയ്യാതെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അവിടുന്നാണ് ഈ PWD റെസ്റ്റ് ഹൗസുകളെല്ലാം നവീകരിച്ച് പുതിയത് നിർമ്മിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടാക്കിയെടുത്തത്. അത് സത്യം പറഞ്ഞാൽ ഒരു വലിയ വിപ്ലവകരമായ മാറ്റം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. സർക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ കെട്ടിടങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് അറിയാൻ തുടങ്ങിയത്. അത് ജനങ്ങൾക്കും കൂടി ഉപയോഗിക്കാനുള്ളതാണ് എന്ന് നമുക്ക് കാണിച്ചു തന്നത് മന്ത്രി മുഹമ്മദ് റിയാസാണ്. ഇപ്പോൾ വന്നിട്ടുള്ള കണക്കുകൾ പ്രകാരം ഈ PWD റെസ്റ്റ് ഹൗസുകൾ 2021 നവംബർ 1 തുടക്കം കുറിച്ച് ഈ പദ്ധതിയിൽ ഇതിനോടകം 4.5 ലക്ഷത്തോളം ആളുകൾ റെസ്റ്റ് ഹൗസുകൾ ബുക്ക് ചെയ്തു എന്നുള്ളതാണ്. 25 കോടിയിലധികം രൂപ സർക്കാരിന് അതിലൂടെ അധിക വരുമാനം കിട്ടി എന്നുള്ളതുമാണ് കണക്ക്. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ എന്തോ കുത്തകയാണെന്നും അവർക്ക് സ്ത്രീധനം കിട്ടിയ വകയിലുള്ള സ്ഥാപനങ്ങളാണ്, കെട്ടിടങ്ങളാണ് ഇതൊക്കെ എന്ന ചിന്തയിൽ അവർ രാജാക്കന്മാരായി ഇരുന്ന് ഭരിച്ച് കിടന്നുറങ്ങിയിരുന്ന ഒരു സംവിധാനത്തെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത് ജനകീയമാക്കി പീപ്പിൾ റെസ്റ്റ് ഹൗസ് ആക്കി മാറ്റിയതിൽ മന്ത്രി മുഹമ്മദ് റിയാസിനോടുള്ള കടപ്പാട് എത്ര പറഞ്ഞാലും മതിയാവില്ല. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിലും ടൂറിസം വകുപ്പ് മന്ത്രി എന്ന രീതിയിലും അദ്ദേഹം മികച്ച ഇടപെടലുകൾ പല രീതിയിൽ നടത്തിയിട്ടുണ്ടെങ്കിലും എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഏറ്റവും മികച്ച ഇടപെടലുകൾ ഒന്ന് ഈ PWD റെസ്റ്റ് ഹൗസുകൾ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു എന്നതാണ്. അക്കാര്യത്തിൽ അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. മന്ത്രി PM മുഹമ്മദ് റിയാസ് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ നാട്ടിൽ അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ഈ ഒരു വിപ്ലവകരമായ തീരുമാനത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കി വിജയിപ്പിക്കുന്നതിൽ കാണിച്ചിട്ടുള്ള ഒരു ആത്മാർത്ഥത, അതിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്.